വലിയൊരു നിർമ്മാണ ഹബ്ബായി ആയുധങ്ങളുടെ അല്ലെങ്കിൽ സൈനിക പിന്നെ എന്താ പറയുക വ്യോമ താവളങ്ങളുടെ ഒക്കെ ഒരു വലിയ നിർമ്മാണ ഹബ്ബായി ഇന്ത്യ മാറുകയാണ്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ ഞെട്ടലുണ്ടാക്കും. ഇന്ത്യ കുതിക്കുകയാണ്. എന്താണ് സംഭവം? ഇതിപ്പോ റഷ്യയുടെ സുഖോയ് 57 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം, F-35 യുദ്ധവിമാനം അമേരിക്കയുടെ. അപ്പോൾ ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ട് ഇന്ത്യ റഷ്യൻ നിർമ്മിത സുഖോയ് 57 വാങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. സുഖോയ് 57E എന്ന് പറയുന്ന വേരിയൻ്റ് ആയിരിക്കും ഇന്ത്യ വാങ്ങുക. പക്ഷേ ഇതിനായിട്ടുള്ള ആലോചനകൾ നടക്കുന്നതിനിടയിൽ റഷ്യ നമുക്കൊരു ഓഫർ വെക്കുകയാണ്. നിങ്ങൾക്ക് ഉള്ള വിമാനങ്ങൾ അത് തരാം, പക്ഷേ ഈ വിമാനങ്ങളുടെ നിർമ്മാണം, അതിൻ്റെ നിർമ്മാണ ഹബ്ബായിട്ട് ഇന്ത്യയെ തിരഞ്ഞെടുക്കാൻ അവർ സന്നദ്ധത അറിയിക്കുകയാണ്. ഇതിൻ്റെ ഗ്ലോബൽ എക്സ്പോർട്ട് പാർട്ട്ണർ സുഖോയ് 57E എന്ന് പറയുന്ന എക്സ്പോർട്ടിൻ്റെ ചുരുക്കപ്പേരാണ്. അപ്പോൾ ഈ സുഖോയ് 57E എന്ന് പറയുന്ന വിമാനത്തിൻ്റെ ഗ്ലോബൽ എക്സ്പോർട്ട് പാർട്ട്ണർ, അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുക, ഇന്ത്യൻ നിർമ്മിത സുഖോയ് 57E മറ്റ് രാജ്യങ്ങളിൽ വിൽക്കാനായിട്ടുള്ള അവസരം തരിക. അപ്പോൾ ഒരേ സമയം നമുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കുകയും ചെയ്യാം, മറ്റ് രാജ്യങ്ങളിൽ അത് വിൽക്കുകയും ചെയ്യാം. ഇതിനുള്ള അവസരമാണ് റഷ്യ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള നടപടിക്രമം, അതിനുള്ള വേദി ഒരുങ്ങിയത് നമ്മുടെ എയ്റോ ഇന്ത്യ 2025, അതായത് പുതിയ വിമാനങ്ങളുടെയൊക്കെ പ്രദർശനം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന എയ്റോ ഇന്ത്യയിലാണ് ഇവർ ഇത്തരത്തിലൊരു ഓഫർ നമുക്ക് വെക്കുന്നത്. അതായത് റഷ്യയുടെ സ്റ്റേറ്റ് ഡിഫൻസ് എക്സ്പോർട്ട് ഏജൻസി, അതിൻ്റെ പേര് ഇത്തിരി കുഴപ്പിക്കുന്നതാണ്, റോസോബോർണെക്സ്പോർട്ട് എന്നാണ് അവരുടെ കമ്പനിയുടെ പേര്. അപ്പോൾ ഇത് പ്രകാരം ഇവർ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നാസിക്കിലെ പ്ലാന്റ് ഉണ്ട്, അവിടെ ഈ സുഖോയ് 57E വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം സാധ്യമാകും. അതിനുള്ള നടപടികൾക്ക് അവർ സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നാസിക് പ്ലാന്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ നിലവിൽ ഈ റഷ്യയുടെ തന്നെ സുഖോയ് 30 എന്ന് പറയുന്ന സുഖോയ് 30 MKI എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം നമ്മൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ആ വിമാനങ്ങളെല്ലാം തന്നെ ഈ നാസിക് പ്ലാന്റിൽ ഇന്ത്യ അസംബിൾ ചെയ്തതാണ്. റഷ്യ നമുക്ക് അതിനുള്ള സാധനങ്ങൾ തരുന്നു, അതിനുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം തരുന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഇന്ത്യയിൽ അസംബിൾ ചെയ്ത വിമാനങ്ങളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ആ വിമാനങ്ങൾ കയറ്റി അയക്കാനും മറ്റ് രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറ്റി അയക്കാനും ഇന്ത്യക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇതേ മാതൃകയിൽ ഇതേ പോളിസി വെച്ചുകൊണ്ട് ഈ പറയുന്ന 57E 5ാം തലമുറയിൽപ്പെട്ട വിമാനമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നുള്ളത് മാത്രമല്ല, അത് വേണമെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് തന്നെ കയറ്റുമതി ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഫുൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യ പൂർണ്ണമായും അവർ കൈമാറും. അതുകൂടാതെ സോഴ്സ് കോഡ് ആക്സസ് കൂടിയുണ്ട്. സോഴ്സ് കോഡ് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിമാനത്തിൽ മറ്റേതെങ്കിലും സങ്കേതങ്ങൾ കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ അത് ആ വിമാനത്തിൻ്റെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധിപ്പിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളത് പുതിയതായി ഇന്ത്യൻ നിർമ്മിത ഒരു പുതിയ മിസൈൽ അതിൽ ഘടിപ്പിച്ചൊന്ന് വെക്കുക, അത് ഉപയോഗിക്കാനായിട്ടുള്ള കമാൻഡ് കൊടുക്കുക ആ വിമാനത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ പക്ഷേ നമുക്ക് ആ സോഴ്സ് കോഡ് ആക്സസ് ഇല്ലെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ പൂർണ്ണമായ സോഴ്സ് കോഡ് ആക്സസും കൂടി തരുന്നത് കൊണ്ട് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ചില സാധനങ്ങൾ അതിൽ ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഉത്തം ആക്റ്റീവ് ഇലക്ട്രിക്കലി സ്കാൻഡ് അറേ, അത് എയ്സ എന്നുള്ളതാണ് അതറിയപ്പെടുന്നത്. അതായത് ഈ വിമാനം പറന്ന് പോകുമ്പോൾ ശത്രു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ടുള്ള സാധനമാണ്, ഗ്രൗണ്ട് ലെവൽ നിരീക്ഷണത്തിനുള്ള സംഗതിയാണ് അത്. അതേപോലെ തന്നെ വിരൂപാക്ഷ സെൻസർ സ്യൂട്ട്, അതും വിമാനത്തിൻ്റെ സുരക്ഷയെ സഹായിക്കുന്ന സംഗതിയാണ്. അതൊക്കെ ഇന്ത്യ സ്വന്തമായി ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്തതാണ്. അത് ഈ സുഖോയ് 57E നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുകൂടാതെ പൂർണ്ണമായും ഈ വിമാനങ്ങൾ നമുക്ക് കയറ്റുമതി ചെയ്യാനും ഉള്ള അനുമതി തരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ 20-30 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. പിന്നീട് അത് കൂടുതൽ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ഓഫർ കിട്ടുക, അതിൻ്റെ ടൈമിംഗ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. ഒന്ന്, ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് അനുഭവിക്കുന്നുണ്ട്. നമുക്ക് 42 സ്ക്വാഡ്രൺ വിമാന വ്യൂഹങ്ങൾ വേണമെന്നാണ് നിലവിലെ കണക്ക്. അതായത് ഈ സ്ക്വാഡ്രണിൽ 20 മുതൽ 22 വരെ വിമാനങ്ങൾ, അത് ചിലത് പരിശീലന വിമാനങ്ങളാകും. അങ്ങനെയുള്ള വേണ്ട സ്ഥാനത്ത് നമുക്ക് നിലവിൽ 29 സ്ക്വാഡ്രണുകളുള്ളൂ. അത് അത്ര ആകാൻ കാരണം നമ്മുടെ മിഗ് വിമാനങ്ങൾ റിട്ടയർ ചെയ്തു പോയി. നേരത്തെ അത് 31 ആയിരുന്നത് ഇപ്പോൾ 29 ചുരുങ്ങി.
അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ പാകിസ്ഥാനും അതേപോലെ തന്നെ ചൈനയും 5ാം തലമുറയും കഴിഞ്ഞ് 6ാം തലമുറയിലോട്ടൊക്കെ പോകുന്നതിനെക്കുറിച്ചുള്ള പദ്ധതി അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിന് പകരം വെക്കാൻ നമുക്ക് ഇപ്പോൾ 29 സ്ക്വാഡ്രൺ ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിമാനങ്ങളുടെ എണ്ണത്തിലുള്ള കുറവുണ്ട്. അത് പരിഹരിക്കാനായിട്ട് നമ്മൾ തേജസ് വിമാനങ്ങളെ പുതിയതായിട്ട് നിർമ്മിച്ച് ഇറക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു അടിയന്തര സാഹചര്യത്തിലാണ് റഷ്യ ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നത് നമുക്ക് ഈ സുഖോയ് 57E നമുക്ക് ഇവിടെ നിർമ്മിക്കാം എന്നുള്ളത്. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനമായ വെല്ലുവിളി അന്താരാഷ്ട്ര ഉപരോധം തന്നെയാണ്. പ്രത്യേകിച്ച് റഷ്യയ്ക്ക് വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ഉപരോധം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് സുഗമമായിട്ട് കിട്ടാനായിട്ടുള്ള പ്രയാസമുണ്ട്. അതേപോലെ തന്നെ ഈ ഡോളർ നമ്മളിത് സാധനം നിർമ്മിച്ചു, ഇതിൻ്റെ കയറ്റുമതിയും കൂടി വേണമല്ലോ. മറ്റ് രാജ്യങ്ങൾ ഇത് താല്പര്യപ്പെട്ട് വന്നാൽ അത് വാങ്ങാനായിട്ടുള്ള ഡോളർ വിനിമയം അത് ഇപ്പോൾ അമേരിക്ക ഇടപെട്ട് അതിലും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതും ഇന്ത്യയെ സംബന്ധിച്ച ഒരു വെല്ലുവിളിയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഈ വാങ്ങാൻ വരുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യയേക്കാൾ കൂടുതൽ വിശ്വാസ്യത റഷ്യയ്ക്കാണ്. അപ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നേരിട്ട് റഷ്യയിൽ നിന്ന് തന്നെ വാങ്ങിയാൽ അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകും. അങ്ങനെ അനുഭവം ഇന്ത്യക്കുണ്ട്. ഇന്ത്യക്ക് ഈ സുഖോയ് 30 MKI എന്ന് പറയുന്ന വിമാനം ഇപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് അത് കയറ്റുമതി ചെയ്യാനുള്ള അനുമതി റഷ്യ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് കയറ്റുമതി ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി നിർത്തുമ്പോൾ ഈ മറ്റ് രാജ്യങ്ങൾ താല്പര്യപ്പെടുന്നത് റഷ്യയിൽ നിന്ന് തന്നെ നേരിട്ട്, അതിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ കമ്പനി മെയ്ഡ് സാധനം റഷ്യൻ നിർമ്മിതം നേരിട്ട് അവിടുന്ന് വാങ്ങുന്നതായിരിക്കുമല്ലോ അവർക്ക് താല്പര്യപ്പെടുക. അപ്പോൾ ആ ഒരു അനുഭവം ഈ 57E കാര്യത്തിൽ ഉണ്ടായാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. അതുകൂടാതെ ഈ ചെലവ് എങ്ങനെയാകും എന്നുള്ളതിനെക്കുറിച്ചും ആശങ്കയുണ്ട്. കാരണം ഈ 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെലവേറിയ ഒരു ദൗത്യമാണ്. അപ്പോൾ ഇതിൻ്റെ ചെലവ് എങ്ങനെയാണ്, രണ്ടുപേരും തുല്യമായിട്ടാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിൻ്റെ വീതം വെപ്പ് ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണ്ടി വരുന്നു. പിന്നെ ഏറ്റവും വലിയ തലവേദന അമേരിക്കയുടെ താല്പര്യമാണ്. കാരണം അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ സുഖോയ് 57 പുറകെ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ആ കാര്യത്തിൽ അനിഷ്ടമുണ്ടാകും. അവരവരുടെ നിലപാടുകൾ കടുപ്പിക്കും എന്നുള്ള കാര്യം നിസ്സംശയമാണ്. അപ്പോൾ ഈ നിലവിലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, ഇപ്പോൾ റഷ്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധങ്ങൾ അതിൻ്റെ കുറച്ചെങ്കിലും ഇന്ത്യക്കെതിരെയും വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നേരത്തെ നമ്മുടെ റഷ്യയിൽ നിന്ന് S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ അമേരിക്ക ഇതേപോലെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കാരണം അമേരിക്കയുടെ പാട്രിയറ്റ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ S-400 പുറകെ പോയത്. അപ്പോൾ ആ ഒരു തിക്താനുഭവം ഇന്ത്യക്ക് ഉള്ളതുകൊണ്ട് ഈ സുഖോയ് 57E ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഇന്ത്യക്ക് മുമ്പിലുണ്ട്. പക്ഷേ വെല്ലുവിളികളെക്കാൾ പ്രധാനം ഇന്ത്യക്ക് മുമ്പിൽ വലിയ സാധ്യതയാണ്. കാരണം ഈ വിമാനം നമ്മൾ സ്വന്തമായി ഇന്ത്യയിൽ നിർമ്മിച്ചാൽ ഇന്ത്യക്ക് സ്വന്തമായി AMCA എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഇന്ത്യയുടെ മുമ്പിലുണ്ട്. സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള പദ്ധതി. അപ്പോൾ അതിന് ഈ സുഖോയ് 57E അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് ആ പദ്ധതിക്ക് വലിയ മുതൽക്കൂട്ടാകും. അതുകൊണ്ട് ഇത് റഷ്യയുടെ ഓഫർ അത് 2 കൈയും നീട്ടി ഇന്ത്യ സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത.